പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞിരുന്നു ഇന്ന് ഡോക്യുമെൻ്റ് കയ്യിലുണ്ടാകണമെന്ന്. നമ്മൾ മാസത്തിലൊരിക്കൽ ഇന്ന് വെളുപ്പിൽ എഴുന്നേറ്റപ്പോൾ കർത്താവ് പറഞ്ഞാൽ നിൻ്റെ ഒരു പ്രാർത്ഥന ഡോക്യുമെൻ്റ് വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. കർത്താവ് നമുക്ക് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണത്. എന്നെ അച്ഛൻ കാണാൻ വരുന്നവരും ഡോക്യുമെൻറ്റും കൊണ്ടല്ലേ വരണത്. എൻ്റെ മക്കൾ ഡോക്യുമെൻ്റ് എല്ലാം കയ്യിലെടുക്കുക. അവിടെ എല്ലാം വിശുദ്ധമായ രക്തം, കർത്താവിൻ്റെ ആത്മീയ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലുള്ള തടസ്സങ്ങളില്ലേ, അത് കൈമാറുന്ന വ്യക്തിയിൽ തടസ്സങ്ങളുണ്ടാകാം, നമുക്ക് കൈമാറാൻ വേണ്ടിയുള്ള തടസ്സങ്ങളുണ്ടാകാം, സാമ്പത്തിക തടസ്സങ്ങളുണ്ടാകാം, ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാകാം. വാട്ട് എവർ മേ ബി ദ ഹിൻഡറൻസ്, അതിന്മേലെല്ലാം കർത്താവിൻ്റെ അധികാരം പ്രവർത്തിക്കാൻ പോകുന്ന അമകന്യാസ് മറിയ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. കർത്താവെ, അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ, കർത്താവെ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അളിച്ചത് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പഴ പോലെ വൈദാഖ്യം പോലെ ദൈവികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, അവരിന്ന് കടന്നു പോകുന്ന വ്യക്തികളുടെ കൂടെ
എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നിങ്ങൾ നടന്നു പോയതുപോലെ കർത്താവ് ഈ മക്കളുടെ കൂടെ നടന്നു പോകാൻ ഞാൻ ഈ കുഞ്ഞുങ്ങളെ, ഈ മക്കളെ നിന്നെ ഏൽപ്പിക്കുന്നു കർത്താവേ. സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഈശോയെ. വിശ്വാസമില്ലാത്ത മക്കൾ, പ്രാർത്ഥിക്കാത്ത മക്കൾ, പ്രാർത്ഥന കുറഞ്ഞിട്ടുള്ള ഇടങ്ങൾ എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. ഈശോ അവരെ അങ്ങ് സന്ദർശിക്കണേ, അടയാളം നൽകണേ കർത്താവേ. Lord Jesus Christ, pour out His Spirit, touch with a fire finger, suck with the precious blood, authority of the Catholic Church, power of Jesus Christ, let us humble holy priesthood. I bless and hallow your documents and you yourself. Thank you. Thank you, Jesus. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസിലെ ധ്യാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഫ്രാൻസിൽ നിന്ന് പിന്നീട് ധ്യാനയാത്ര നടത്തിയത് റോമിലേക്കാണ്. റോമയിലെ നമ്മുടെ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു വാക്കബിൾ ഡിസ്റ്റൻസാണ്, 1.6 കിലോമീറ്റേഴ്സ്. അവിടെ സാൻ ജിയോവാനി ബാപ്റ്റിസ്റ്റ എന്നും പറഞ്ഞൊരു വലിയ ബസിലിക്കയുണ്ട്. അവിടെയാണ് ഈ ഉടമ്പടി ധ്യാനം നടത്തിയത്. ഫ്രാൻസിനേക്കാൾ എന്നെ ഞെട്ടിച്ചത് റോമാണെന്ന് തോന്നുന്നത്. എന്നുവെച്ചാൽ ഫ്രാൻസിൽ നമ്മൾ അവിടെ താമസിച്ച് ധ്യാനിക്കുകയല്ലേ 6 ദിവസം, അപ്പോൾ അതിന് ആൾ കുറവായിരുന്നു. റോമിൽ 1 ഡേ റെട്രീറ്റായിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ 1000-ലധികം ആൾക്കാരാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആ ബാപ്റ്റിസ്റ്റ് ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ്. ഞാനെല്ലാവരെയും കണ്ട്, ശരിക്കും ഈ 1000 പേരെയും കണ്ടിട്ടാണ് പോകുന്നത്, കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഉടമ്പടി ധ്യാനം നടത്തി. അതെല്ലാം മാതാവ് കറക്റ്റായി, മാതാവ് കൃപാശ്രമം അമ്മ ടൈമിൻ്റെ ആളല്ല, സമയത്തിൻ്റെ കൃത്യം 5:30 ധ്യാനം നിർത്തി ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരെയും കണ്ട്. അപ്പോൾ എന്താ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധ്യാനം അവിടെ സംഘടിപ്പിക്കുന്നതിന് എന്നെ സഹായിച്ചത് അവിടുത്തെ കൃപാസനം ഗ്രൂപ്പുകളാണ്. റോമിൽ 2 സൂപ്പർ കൃപാസന ഗ്രൂപ്പുകളുണ്ട്, 10ഉം 100 അംഗങ്ങളുള്ള. അവരെല്ലാ ദിവസവും രാത്രി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. നമ്മുടെ കൃപാസനത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അസിസ്റ്റൻ്റ് അച്ഛൻ ക്ലിൻ്റൺ അച്ഛൻ അവിടെ ഉണ്ട്. അച്ഛനെ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോൾ സണ്ണി അച്ഛനുണ്ട്. പോൾ സണ്ണി ഇതിൻ്റെ ഓർഗനൈസറായിരുന്നു. അവരെല്ലാം ഞാൻ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പള്ളിയുടെ വികാരി പോൾ സണ്ണി അച്ഛനാണ്. അച്ഛനച്ഛനുണ്ട്. പിന്നെ നമ്മുടെ ഇടവകയിൽ എൻ്റെ ഏറ്റവും അടുത്ത ആത്മബന്ധത്തിലുള്ള സോണി പനക്കരച്ച്. ഇവർ എല്ലാവരും ഈ ധ്യാനത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ് തൊട്ട് റോം വരെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ നമുക്ക് കർത്താവ് നമ്മൾ സംസാരിക്കുന്ന ചില കാര്യങ്ങളിൽ ഇതായിരുന്നു. സ്പിരിച്വാലിറ്റിയിൽ, ആധ്യാത്മികയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തെ വളരണമെങ്കിൽ നമുക്ക് ജെനുവിനിറ്റിയാണ് ഫസ്റ്റ്. ജെനുവിനിറ്റിക്ക് പല മലയാളമുണ്ട്. കലർപ്പില്ലാത്ത, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ, എന്താണ് ഇതാ ഒരു കലർപ്പില്ലാത്ത ഇസ്രയേലിയൻ. അത് തന്നെ സാധനം. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വന്നത് കണ്ടിട്ട് ഈശോ പറഞ്ഞു, ദിസ് ഈസ് എ ജെനുവിൻ ഇസ്രായേൽസ്, ഇൻ ഹിം ദെയർ ഈസ് നോ ഹിപ്പോക്രസി. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ബൈബിൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആത്മീയ വളർച്ചയുടെ മർമ്മമാണ് ജെനുവിനിറ്റി എന്ന് പറയുന്നത്. ബൈബിൾ മുഴുവൻ നോക്കിയാൽ ഈശോ ആദ്യം പറഞ്ഞത് എന്താണ്? ഫസ്റ്റ്. ഇപ്പം ഉടമ്പടി എന്ന് പറയണത് എന്താ? ശരിക്കും പറഞ്ഞാൽ കൃപാസനം നടക്കുന്ന മരിയൻ ഉടമ്പടി എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം അവൻ പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞത് എന്താ? അവൻ അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇത് ആദ്യം പറഞ്ഞതല്ല, അവൻ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. മർക്കോസ് 1:15 അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിച്ച് സുവിശേഷത്തിൽ. ഇതാണ് ആദ്യം പറഞ്ഞത്. ഇറ്റ് ഈസ് ഹിസ് പ്രയോറിറ്റി. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് പ്രയോറിറ്റി എന്താണ്? അനുതാപമാണ്. ഉടമ്പടിയുടെയും പ്രയോറിറ്റി എന്താ? അനുതാപമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുതാപത്തിൻ്റെ മേഖലകളെ പിന്നെ അനാവരണം ചെയ്യേണ്ടതായിരുന്നു ഈശോയുടെ സുവിശേഷം. ഈശോയുടെ സുവിശേഷ യാത്രയുടെ സംഭവം എന്താണ്? അവൻ ആദ്യം പറഞ്ഞ് അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ മർക്കോസിൻ്റെ 1:15 പ്രായോഗിക ആപ്ലിക്കേഷൻ ലെവലാണ് പിന്നീട് അനുതപിക്കുക.
എന്തെല്ലാം കാര്യത്തിൽ അനുദപിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അനുദപിക്കേണ്ട ഒരു മേഖലയിലേക്കാണ് പിന്നീട് അവൻ വരണത്. എന്താണ്? മൂന്നാമത്തെ വ്യക്തിയായിട്ട്, ആദ്യത്തെ വ്യക്തിയായിട്ട് കാണുന്നത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ വ്യക്തി ആരാണ്? ഈശോ യോഹന്നാൻ പരിചയപ്പെടുത്തുന്ന വ്യക്തി ജോൺ ദി ബാപ്റ്റിസ്റ്റ്. രണ്ടാമത്തെ ലേഖനത്തിൽ യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ പേഴ്സൺ ബ്ലെസ്ഡ് വെർജിൻ മേരി, മദറാണ്, അമ്മയാണ്. മൂന്നാമത് പരിചയപ്പെടുന്ന വ്യക്തിയാണ് നാഥാനിയേൽ. നാഥാനിയേലിലേക്ക് വരുമ്പോൾ തൊട്ട് അനുതാപത്തിൻ്റെ ക്ലാസ്സുകൾ ഈശോ ആരംഭിക്കാൻ തുടങ്ങും. എന്താണ്? നാഥാനിയേൽ, ഇതാ ഹിയർ കംസ് എ ജെന്യുവിൻ ഇസ്രായേൽസ്. ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. എന്താണ്? ഇവൻ ഹീസ് നോട്ട് ഹിപ്പോക്രാറ്റ്, ഇവന് കാപട്യം ഇല്ല. അപ്പോൾ ആധ്യാത്മിക മർമ്മമെന്ന് പറയണത് നമ്മൾ എന്തുമാത്രം നമ്മളുടെ കാപട്യങ്ങളെ, ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയണത് നമ്മളുടെ കാപട്യങ്ങൾ, അതായത് ദൈവ തിരുസന്നിധി. ഞാൻ എന്നോട് ചോദിച്ച ക്ലിൻറ്റനച്ചോട് പറഞ്ഞേ, എന്നുവെച്ചാൽ ഇതിൻ്റെ വരുന്നൊരു വിഷയം, നമ്മൾ ഗ്രേസ് ബിൽട്ട് അപ്പ് ഓൺ നേച്ചർ, അത് ഞങ്ങൾ ദൈവശാസ്ത്രത്തിൽ പഠിക്കുന്നതാണ്. കൃപ ഒരു മനുഷ്യൻ്റെ നേച്ചറിലാണ് വർക്കൗട്ട് ചെയ്ത് വളർന്നു വരുന്നത്. ഈ നേച്ചറിനെ നമ്മൾ കൃപ സ്വീകരിക്കാൻ വേണ്ടി പരുവപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവ് പ്രോബ്ലംസ് നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും. ഗോഡ് ഹിംസെൽഫ് മേ ക്രിയേറ്റ് പ്രോബ്ലം ടു എൻഗ്രേസ് അസ്. അത് നമ്മൾ ഞാൻ ഒത്തിരി പേര് കാണുന്നത്, എന്നിലും കണ്ടിട്ടുള്ള ഒരു സത്യമാണത്. പ്രോബ്ലം തന്നിട്ട് നമുക്കറിയാമല്ലോ, നമുക്ക് ഈ മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞ് നിങ്ങളൊരു സിനിമ കണ്ടിട്ടില്ലേ? ഞാൻ അതിൻ്റെ മൊത്തം കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ടീസറൊക്കെ ഇതുപോലെ യൂട്യൂബ് എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ കാണുന്നതല്ല, ഞാൻ കാണുന്ന ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. വാട്ട് ഇസ് ഹാപ്പനിങ് ദേർ നോക്കും. ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു ഡയബോളിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. ആരാണത്? അത് ഒരു വ്യക്തി, അവരുടെ പേര് ഗംഗ എന്നാണ്. അപ്പം ഗംഗയിൽ തന്നെ വേറൊരു വ്യക്തിയുണ്ട്. ആരാണത്? നാഗവല്ലി. അപ്പം അവിടുത്തെ ആ ഒരു സ്ഥലത്ത് ഈ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നു. എന്നിട്ട് അവിടുത്തെ മനഃശാസ്ത്രത്തിൻ്റെ പരിപാടി എന്താ? ഗംഗ തന്നെയാണ് നാഗവല്ലി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നാഗവല്ലി ആക്കാതിരിക്കാൻ വേണ്ടി വേറൊരു സ്ത്രീ അവിടെ കൊണ്ടുവന്ന് വീട്ടുകാർ ഭ്രാന്തിയായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഗംഗയെ സംരക്ഷിക്കുന്നുണ്ട് അല്ല, അത് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്നിട്ട് ഈ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ കൂടി പോട്ടെ എന്ന് ഈ ഗംഗ ചോദിക്കും. അപ്പോൾ ഈ നകുലം പറയും, നീ പോകണ്ട എന്ന്. ഗംഗ പോകണ്ട എന്ന് പറയും. പിന്നെ പോകാൻ നേരം ആകുമ്പോൾ പിന്നീട് ചോദിക്കും, അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നതാണല്ലോ, പോകാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇപ്പം പിന്നെ എന്താ ഇപ്പം എന്താ ഇങ്ങനെ? ഗംഗ പോകണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ പോകണ്ടേ? എന്നെ വിടമാട്ടേ? ഇല്ല, ഗംഗ പോകണ്ട. വിടമാട്ടേ എന്നെ അപ്പോൾ ഇവരുടെ ഭാവങ്ങൾ മാറിയിട്ട് നാഗവല്ലി പുറത്ത് വരും. അപ്പോൾ എന്നിട്ട് ഈ നാഗവല്ലി അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവരവരുടെ രീതിയിൽ. സ്പിരിച്വാലിറ്റിയിൽ ഈ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഉള്ളിലല്ല. അതുകൊണ്ടാണ് ഇയാൾ വരുമ്പോൾ ഉടനെ പറയണത് ഇവനിൽ നാഗവല്ലി ഇല്ലെന്ന് പറയും. ആരാണ്? നാഥാനിയേൽ വരുമ്പോൾ ഇവനിൽ നാഗവല്ലി ഇല്ല, ഇവനിൽ വേറൊരു കഥാപാത്രം ഇല്ല, ഇവൻ മാത്രമേ ഉള്ളൂ. ഇവനെ വർക്ക് ചെയ്യാൻ എളുപ്പമാണ് ദൈവത്തിന്. അസ്പേ മർമ്മം അതാ. പക്ഷേ എന്നിട്ട് പറയും വേറൊരാളുണ്ടായിരുന്നു, അയാൾ എത്ര വലിയ ഉന്നതനാണെന്ന് പറഞ്ഞാലും അയാളുടെ വേറൊരു പേഴ്സണാലിറ്റി ഉണ്ട്, യാക്കോബ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണത്. യാക്കോബ് അയാൾക്ക് 2 പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറയും. ഈ 2 പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ഈ ലൂർദ് തൊട്ട് റോം വരെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നതും ഈശോ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നതുമെല്ലാം ധ്യാനിപ്പിക്കുമ്പോൾ നിൻ്റെതായാലും മറ്റുള്ളവരായാലും ഈ ഡബിൾ പേഴ്സണാലിറ്റിയെ ട്രീറ്റ് ചെയ്യണമെന്ന് വചനം. അത് അഡ്രസ്സ് ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഒരു അതർ മേനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. അപ്പോസ്തലന്മാരിലും ഉണ്ട് ഇതുപോലെയുള്ള ഒരു പ്രശ്നങ്ങൾ, അപ്പോസ്തലന്മാരിലും ഉണ്ട്.
അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യുന്നത്, അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. അല്ലാതെ എവിടെയെങ്കിലും പോയി കുറച്ച് ധ്യാനങ്ങൾ കൂടിയിട്ട് അത് തെറ്റാണ് ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനുതാപം ഉണ്ടാക്കി തൽക്കാലം കുമ്പസാരിച്ചിട്ട് ഒരു അഭിഷേകം മേടിച്ചിട്ട് അവിടുന്ന് പിരിയുക, അങ്ങനെയുള്ള ഒരു മിനിമം പ്രോഗ്രാം ഒന്നും ആധ്യാത്മികതയിലില്ല. യു കാൻ ഡു ഇറ്റ്, വി കനോട്ട് ബട്ട് ഡു ഇറ്റ്. അങ്ങനെ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. പക്ഷേ അത് അതിൽ തന്നെ പൂർണ്ണമല്ലെന്ന് എപ്പോഴും ഓർക്കണം. കാര്യം എന്താണ്, ആത്മീയ അന്വേഷണം വീണ്ടും തുടരണം. ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനുമായ എൻ്റെ യേശു നമ്പുരാന് 1000 കോടി നന്ദി. അവിടുത്തെ വത്സല മാതാവിനും 1000 കോടി നന്ദി. ദൈവത്തിനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേക്കും സ്തുതിയും ആരാധനയും പുകഴ്ചയും. ഞാൻ ശ്രീലതാദാസൻ കൂത്താട്ടുകുളത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ മോനാണ് ഹരീഷ്. ഞാൻ 5ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ദൈവ തിരുസന്നിധിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ഇടയൊരുക്കിയത്. ഞാൻ 4 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞെങ്കിൽ അന്നൊക്കെ ചാടി ഓടി വന്ന് സാക്ഷ്യം പറഞ്ഞു. എനിക്ക് യൂട്യൂബിലും അതുപോലെ പത്രത്തിലും ഒക്കെ സാക്ഷ്യം അടിച്ചു വന്നു. എങ്കിലും അന്നൊന്നും എനിക്ക് പേടിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഒരു ഭയങ്കര നെഞ്ചുടിപ്പോടെയും വളരെ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതായത് എനിക്കിപ്പോൾ ബോധ്യമുണ്ട്, ഞാൻ 6.5 വർഷം കൊണ്ട് ശരിയായ ട്രാക്കിലേക്ക് ഞാൻ കയറാൻ പോകുന്നു, അല്ലെങ്കിൽ കയറി തുടങ്ങിയെന്ന്. അതിന് എൻ്റെ അമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും 1000 കോടി നന്ദി. ഞാൻ അന്ന് 2019 ഞാൻ ഉടമ്പടി എടുത്തത്. മാർച്ച് 10 തീയതിയാണ് 2019 മാർച്ച് 10 ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത്. ജീവിത വഴിത്താരിയിൽ അമ്മയുടെയും ഈശോയുടെയും നിറസാന്നിധ്യം ഒരുപാട് പ്രാവശ്യം അനുഭവിക്കാൻ എൻ്റെ തിരിയിൽ, നീലത്തിരിയിലും പച്ചത്തിരിയിലും അമ്മയും ഉണ്ണീശോയും ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ക്രൂശിതനായ ഈശോ എൻ്റെ പച്ചത്തിരിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അത് കാണുമ്പോൾ അത് മാത്രം മതി എൻ്റെ സഹനങ്ങളെല്ലാം ആ പാദത്തിൽ അർപ്പിച്ച് എനിക്ക് ഓരോ ദിവസവും തരണം ചെയ്യുവാൻ. എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 കോടി നന്ദി വീണ്ടും പറയുന്നു. എനിക്ക് 24 വർഷമായിട്ട് എൻ്റെ കാലിൽ ഒരു കുഴിനകത്തിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അത് വളരെ വൃത്തികേടായിരുന്നു. അത് മഴയത്ത് ഇറങ്ങി കഴിയുമ്പോൾ അതിൻ്റെതൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് മഴയത്തൊക്കെ ഇറങ്ങി ചെയ്യുമ്പോൾ വളരെ മണ്ണൊക്കെ അതിലേക്ക് കയറി ഈച്ച വരെ വന്നിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് 3 മാസമായപ്പോഴത്തേക്കും എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മയുടെ കാലിൻ്റെ നാഗം കണ്ടാൽ വളരെ വൃത്തികേടാണല്ലോ, അപ്പോൾ ഞാൻ ഇച്ചിരി ക്യൂടെക്സ് ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് ഇട്ട് തന്നു. അത് എനിക്കറിയില്ല, ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ആ നഖം ഞാൻ വളരെയധികം ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്, ഒത്തിരി ശുശ്രൂഷയൊക്കെ ചെയ്തതാണ്. പക്ഷേ അന്നൊന്നും എനിക്ക് ക്യൂറാകാത്ത ആ നഖം എങ്ങനെ വളരെ വൃത്തിയായിട്ട് ഇടത്തുകാലിൻ്റെ പോലെ അതിലും നന്നായിട്ട് വലതുകാലിൻ്റെ തള്ളവിരലിൻ്റെ നഖം എനിക്ക് പരിശുദ്ധ അമ്മ എനിക്ക് എന്നെ അനുഗ്രഹിച്ചു. അതിന് അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ ഞാനൊരു വീട്ടിൽ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു ചെറിയ അമ്മയുടെ പ്രേക്ഷിത വേല ചെയ്യുന്ന ഒരു ആളാണ്. അമ്മേനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അമ്മയുടെ പ്രദക്ഷിണ പ്രാർത്ഥനയാണ് അവർ കയറി വരുമ്പോഴേ ചൊല്ലിക്കൊണ്ട് വരുന്നത്. ജാതിമത ഭേദം ഒന്നും നോക്കാതെ അവർക്ക് ഒത്തിരി ക്യൂറുകളെല്ലാം അമ്മ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നും വയറുവേദന, പല്ലുവേദന ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അങ്ങനെ ഞാൻ തൈലം കൊടുത്തും ഒക്കെ അവർക്കത് ഉണ്ടാവും. അവർക്ക് ഒരു വലിയ വിശ്വാസമാണ്. അത് ഞാനിവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു. ദൈവത്തിന് നന്ദി. പിന്നെ ഞാൻ ഈ ട്യൂഷൻ ഇതിനോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ കുട്ടികളെ മൂത്ത മോള് UK എത്തി, അവിടെ നേഴ്സായിട്ട് അവിടെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ മോനാണ് ഇവന്. അപ്പം ഇവന് വേണ്ടിയിട്ട് BBM ആണ് പഠിപ്പിക്കുന്നത്. അല്ല, ഇതിന് പഠിക്കാനായിട്ട് പോകുമ്പോഴൊക്കെ ഒരുപാട് പൈസയുടെ ചിലവുകളുണ്ട്. 3 മക്കളെ വളർത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്ക് ഒരു ഉപജീവന മാർഗ്ഗം കൊണ്ട് തരണേന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് ആടുകളെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഒരാടിനെ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പെടന്നെ എനിക്ക് 3 ആടിനെ തരികയും ഈ 2.5 വർഷം കൊണ്ട് 13 ആടുകളായി വർദ്ധിക്കുകയും 7 ആടുകളെ കൊടുത്തു. എനിക്ക് 6 ആടുകൾ ഇപ്പോഴും എൻ്റെ ആലയിലുണ്ട്. അതുപോലെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രഭാഷണൻ്റെ പുസ്തകത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, നീ ആടുകളെ വളർത്തുമ്പോൾ നിനക്ക് ആവശ്യത്തിന് പാലും നിൻ്റെ വേലക്കാർക്ക് കൊടുക്കാനുള്ള കൂലിയും നിനക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അത് വളരെ അന്വർത്ഥമാണ് എൻ്റെ ജീവിതത്തിൽ. അതിന് എൻ്റെ അമ്മയ്ക്ക് നന്ദി. അതുപോലെ തന്നെ പിന്നെ എൻ്റെ മോന് BBM പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് അവനൊരു 3 മാർക്കിൻ്റെ കുറവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനതിന് ഒരു വളരെ വിഷമമായിരുന്നു. എങ്ങനെയെങ്കിലും അവനതിനെക്കുറിച്ച് വിഷമിച്ചിരുന്നു. പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു, നിനക്കത് അമ്മ തരൂടാന്ന് പറഞ്ഞു. അന്നേരം അവന് വിശ്വാസക്കുറവുണ്ടായിരുന്നെങ്കിലും അവൻ എൻ്റെ കൂടെയും നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്ക് ലിസ്റ്റ് അടിച്ചു വന്നപ്പോൾ അത്ഭുതകരമാവണ്ണം ആ 3 മാർക്ക് അമ്മ തന്ന് അവനെയും ഞങ്ങളെയും അനുഗ്രഹിച്ചു. എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ അവന് നടുവേദന വന്നായിരുന്നു. ആ നടുവേദന അമ്മ ക്യൂറാക്കി തന്നു.
പിന്നെ അവന് പോളണ്ടിലേക്ക് ഒരു പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷം രൂപകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ട്യൂഷൻ ഫീസായിട്ട് കൊടുത്ത് 3 ലക്ഷമാണ്. അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നെന്ന് 1.5 വർഷമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പലരും പറഞ്ഞു പോളണ്ടിന് കൊടുത്താൽ അതൊന്നും കിട്ടില്ല, നിങ്ങൾ വെറുതെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ മേലായിരുന്നോ, കേസ് കൊടുക്കുന്ന അവരോട് പറയരുതായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ആ കേസ് കൊടുക്കുന്ന കേസ് വാദിക്കുന്ന ആ ഡോരിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ കാര്യം പറഞ്ഞിരിക്കുന്നത്. എത്ര താമസിച്ചാലും അത് അമ്മ തരും. ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് 11:30 ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ പോളണ്ടിൻ്റെ അലിഗേറ്റ് ഏജൻസിയുടെ മാനേജറായിട്ടുള്ള ആ കൊച്ച് എന്നെ വിളിക്കുകയും ഇത് ഈ പ്രോസസ്സിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഈ പൈസ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടും തന്നെ. പക്ഷേ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മയെ അത് എത്രയും പെട്ടെന്ന് ഒന്ന് തരണേ, ഞങ്ങൾക്ക് വളരെ വിഷമത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത്ഭുതകരവണ്ണം അവന് 10-ാം തീയതിയാണ്, ഒക്ടോബർ 10-ാം തീയതി ആയിരുന്നു മോൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അമ്മയോട്, അമ്മേ എൻ്റെ കൊച്ചിന് ഞാൻ ഒന്നും വാങ്ങിക്കൊടുക്കില്ല ബർത്ത്ഡേ പ്രസൻറ്റായിട്ട്, അമ്മ തന്നെ ഇതൊരു സമ്മാനമായിട്ട് അവന് കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ 10-ാം തീയതി അവൻ മോളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് രാവിലെ ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞില്ലേ ബർത്ത്ഡേ പ്രസൻറ്റ് നിനക്ക് കിട്ടുമെന്ന്, ദേ എനിക്ക് കിട്ടിയിട്ടോ, ദേ എനിക്ക് മെയിൽ വന്നു എന്ന് പറഞ്ഞ് അവനെ കാണിച്ചു. അന്ന് തന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം ചെയ്ത് പിറ്റേ ദിവസം അവൻ്റെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷം രൂപയും അതിന് കുറച്ച് സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ചാർജ്, അത് മാത്രം അവരെടുത്തുകൊണ്ട് ബാക്കി പൈസ മുഴുവനും എൻ്റെ കൊച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് തന്നതിന് എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. ബർത്ത്ഡേ പ്രസൻറ്റ് തന്നതിന് നന്ദി. ഇന്ന് എൻ്റെ വിവാഹ വാർഷികമാണ്. ഇന്ന് ആ വിവാഹ വാർഷിക ദിവസം ഞാൻ ആഘോഷിക്കേണ്ട എൻ്റെ വീട്ടിലെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയമുണ്ട്, അതിൻ്റെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, ദൈവത്തിനോടുള്ള കണക്ക് പറച്ചിലായി പോകും, എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അവർക്ക് അവിടെ ചെന്ന് എനിക്ക് പറ്റുന്ന സഹായം ചെയ്തു. ഓണത്തിനും ഞാൻ പോയി അവിടെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള മക്കളും അതുപോലെ തന്നെ വളരെ ദൗർബല്യരായിട്ടുള്ള മക്കളുമാണുള്ളത്. അവർക്ക് എനിക്ക് പറ്റുന്ന എൻ്റെ മക്കളുടെ വസ്ത്രങ്ങളാണെങ്കിലും പുതിയതും ഒക്കെ വാങ്ങിക്കൊടുത്ത് അവരെൻ്റെ പേര് ചൊല്ലി എന്നെ വിളിക്കാൻ തക്കവണ്ണം അവർ എൻ്റെ മനസ്സിലിടം പിടിച്ചു. അവരുടെ മനസ്സിലും ഞാനും ഇടം പിടിച്ചത് എൻ്റെ ദൈവത്തിൻ്റെ വലിയ കരുണയാണെന്ന് ഓർത്ത് എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഉണ്ടായ ഒരു ആത്മീയ അനുഭവം എന്ന് പറഞ്ഞാൽ 2022-ലും 2023-ലും ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തിരുന്നു. ഈ 2025-ലും ഞാൻ പങ്കെടുത്തു. എങ്കിലും അന്ന് എനിക്ക് പ്രത്യേക നിയോഗങ്ങളൊന്നുമില്ലാതെ ഞാൻ വഴി നടക്കുകയായിരുന്നു. അന്ന് അങ്ങ് ചെന്ന് കഴിഞ്ഞു ആർത്തിങ്കൽ ബസലിക്കയുടെ ആർച്ച് കവാടത്തിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റായിട്ട് വെള്ള കുതിരമേൽ ഇരിക്കുന്ന ഒരു ഈശോയുടെ ഒരു രൂപം ഞാൻ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ അത് എല്ലാ പള്ളിയിലും ഉള്ളതുപോലെ ഒരു സ്റ്റാച്ചു ആണെന്നാണ് ഞാൻ കരുതിയത്. എന്നോടൊപ്പം ഇവിടെ ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, തൃശ്ശൂരുള്ളവൾ, മേഴ്സി എന്നാണ് ആ മക്കളുടെ പേര്. ആ മകളോട് ഞാൻ ചോദിച്ചു, മേഴ്സി ഇങ്ങനെ കണ്ടിരുന്നോ? ഇല്ല ലതാ, ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ പ്രാവശ്യവും ഞാൻ ചെന്നപ്പം അതേ രൂപം എൻലാർജ് ചെയ്ത് ആ കവാടത്തിൻ്റെ നടുഭാഗം കൊണ്ട് വർണ്ണമാർന്ന വസ്ത്രങ്ങളും ധരിച്ച് സർവാഭരണ വിഭൂഷിതനായ നമ്മുടെ പൊന്നീശോ വെള്ളക്കുതിരപ്പുറത്തിങ്ങനെ ഇരിക്കുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു. അപ്പോഴുണ്ട് ഞാൻ നോക്കുമ്പോൾ അത് കവാടത്തിൻ്റെ മധ്യഭാഗത്താണ്, കുന്തിരുക്കം നന്നായി പുകയുന്നുണ്ട്. അപ്പോൾ വല്ലാത്തൊരു സുഗന്ധം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെയാണ് പള്ളിക്കകത്തേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്, അത് ഇമ്പോസിബിൾ ആണല്ലോ എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ തന്നെ ആ രൂപം കാണാതെ പോവുകയും ചെയ്തു. അത് എനിക്ക് വീണ്ടും എനിക്ക് എൻ്റെ അടുത്തുള്ള ഒരു ക്രിസ്ത്യാനി കൊച്ചിനോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, ഈശോ കഴുതപ്പുറത്തല്ലേ ലതാ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നീട് ഞാൻ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളക്കുതിരമേൽ എഴുന്നള്ളി വരുന്ന പൊന്നുതാമ്പരാനെക്കുറിച്ച്. അപ്പോൾ എനിക്ക് ബോധ്യമായി, എൻ്റെ ദൈവം, ഞാൻ ഒരു പ്രത്യേക നിയോഗങ്ങളും വെച്ചുകൊണ്ടല്ല ഞാൻ നടന്നിരുന്നത്, എൻ്റെ ദൈവത്തെ ഒന്ന് നേരി കാണണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അതെൻ്റെ ദൈവം എനിക്ക് സാധിച്ചു തന്നതിന് 1000 കോടി നന്ദി. തൊട്ടടുത്ത വീട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ചേർന്ന ഒരു പുരയിടമാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിങ്ങനെ മണ്ണെടുത്ത് താഴ്ത്തി വീട് വെച്ചു, അവരും അങ്ങനെ വീട് വെച്ചു. പക്ഷേ അവർ ഞങ്ങളോട് പറയാതെ ചേർന്ന ആ പ്ലോട്ട് അവർ മരങ്ങളെല്ലാം വെട്ടി മണ്ണെടുക്കാനുള്ള തീരുമാനിച്ചു. ഹിറ്റാച്ചി വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ എൻ്റെ ഭർത്താവിന് വളരെ വിഷമമായി. ഇനി ഇത് നമ്മുടെ ഇതിലൊക്കെ എങ്ങനെ നടക്കും, കയറി അങ്ങ് നടക്കാൻ പറ്റില്ലല്ലോ, ആടിനെ എങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ എൻ്റെ ഭർത്താവ് വ്യസനിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല, അമ്മയാണ് എനിക്ക് ആടിനെ തന്നിരിക്കുന്നത്, അമ്മയെ തന്ന മേച്ചിൽപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയാണത്, ഒരിക്കലും അമ്മ അത് തടസ്സപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. എന്നാണെങ്കിലും ആ വണ്ടിയൊക്കെ മടങ്ങിപ്പോയി, മണ്ണെടുത്തിട്ടില്ല. അവരവിടെ കപ്പത്തോട്ടം ഇപ്പം നട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കപ്പയുണ്ട് അവർക്ക്. അതിന് ദൈവ തിരുമഹത്വപ്പെടുന്നു. ആടിനെ ഇപ്പോഴും ഞാനതിലെ കൊണ്ട് നടത്തി സുഖമായി. എനിക്ക് പാലും അതുപോലെ എൻ്റെ വേലക്കാരായിട്ട് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വേല ചെയ്യുന്നവരാണ് എൻ്റെ മക്കൾ. അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് ചെയ്തു തരുന്ന എൻ്റെ ജീവിത പങ്കാളിയും അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെന്ത് കാര്യം എനിക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പൈസ എടുത്ത് കൊടുക്കാൻ
ഒരാടിനെ പിടിച്ചു കൊടുത്താൽ സാധിക്കുമല്ലോ. അപ്പോൾ എൻ്റെ വേലക്കാർക്കുള്ള കൂലിയും അതിൽ നിന്ന് ദൈവം തന്നപ്പോൾ അത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവവചനം അന്വർത്ഥമാവുകയായിരുന്നു. ദൈവത്തിന് 1000 കോടി നന്ദി. ഇനിയും ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് 5, 6, 8 പത്രം ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൂടും. 10 മേടിച്ചുകൊണ്ട് പോയ ചരിത്രങ്ങളുണ്ട്. ഞാൻ കൊടുക്കാത്ത സ്ഥലങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ വീട് മുതൽ കൂത്താട്ടുകുളം വരെ 7 കിലോമീറ്റർ അങ്ങോട്ട് പോകും, റോഡിൻ്റെ ഇരുവശവും. ഇങ്ങോട്ട് പോകുമ്പോൾ പടിഞ്ഞാട്ട് പോകുമ്പോൾ പിറവമാണ്, അതിൻ്റെ ഇടതും വലതും വശങ്ങൾ അവിടെ മുഴുവൻ കൊടുത്തു. അവിടെയുള്ള ഇടവഴികളിലൂടെ എല്ലാം ഞാൻ എന്നെ വിജാതിയുടെ ഇടയിലേക്കാണ് പൗലോസ് അപ്പോസ്തലനെ ദൈവം വിട്ടതുപോലെ വിജാതിയുടെ ഇടയിലേക്ക് എന്നെ വിടുകയായിരുന്നു. ഒരുപാട് നോൺ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലേക്ക് എനിക്ക് പത്രം കൊണ്ട് കൊടുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതൊന്നും അവരിപ്പോൾ സന്നിഹിതരില്ലാത്തത് കൊണ്ട് എനിക്കത് പറയാൻ സാധിക്കുന്നില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെ കാരുണ്യ പ്രവർത്തനം എല്ലാ ആഴ്ചയിലും ഞാൻ പൊതിച്ചോറ് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കെട്ടി പിറവം ഹോസ്പിറ്റൽ, കൂത്താട്ടുകുളം ഗവൺമെൻറ് ഹോസ്പിറ്റൽ എല്ലാം കൊണ്ട് കൊടുക്കാറുണ്ട്. അത് അങ്ങനെ കൊടുത്താലും എനിക്ക് അന്നേരം മനസ്സനുവദിക്കില്ല. എൻ്റെ കയ്യിലുള്ള പോലെ എൻ്റെ പൈസകൾ ഞാൻ അവർക്ക് കൊടുത്തും അതൊന്നും എൻ്റെ മക്കളോ എൻ്റെ ജീവിത പങ്കാളിയോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുതല്ലോ. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിലും പോയപ്പോൾ ഒരുപാട് മക്കൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വന്ന, ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചപ്പം ഞാൻ ആരുമല്ല, ഞാൻ വെറും ചോക്ക് മാത്രം. പക്ഷേ ദൈവത്തിന് മുമ്പിൽ എന്നും എളിമയോടെ നിന്ന് ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം എന്നും ഒരുപാട് നേരം ദൈവത്തിനടുത്ത് ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയതാണ്. സെപ്റ്റംബർ 8-ാം തീയതി അമ്മയുടെ ജന്മതിരുനാളിൻ്റെ അന്ന് ഞാനിവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മേ എനിക്ക് ഒരു സമ്മാനം അമ്മ തരണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് കുർബാന കൂടി, എൻ്റെ മോനാണ് എന്നെ കൊണ്ടുവന്നത്. ഇവിടെ വന്ന് കുർബാന കൂടിയിട്ട് ഞങ്ങൾ വെളിയിൽ പോയി, ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് അതിലേക്ക് ഇറങ്ങി അടിച്ച് വന്നു. നേർച്ചോസുകൾ മേടിക്കാനായിട്ട് നിന്നപ്പം അവിടെ നമ്മുടെ ഇവിടുത്തെ ഒരു മകൻ തന്നെയാണ് അവിടെ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് അവരെ റോയിൽ നിൽക്കുന്നവരോട് ചോദിക്കുന്നുണ്ട്. അവരാരും ഒന്നും മിണ്ടുന്നില്ല, കൗണ്ടറിൽ നിൽക്കുന്ന മക്കളും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവിടുന്ന് പെട്ടെന്ന് എന്നോട് ചോദിച്ചു, പരിശുദ്ധ അമ്മയുടെ അമ്മയും അച്ഛനും ആരാണ്? ഞാൻ പെട്ടെന്ന് പറഞ്ഞു യോവാക്കിമോ അന്നയോ ആണെന്ന് പറഞ്ഞു. അപ്പം ആ ക്വസ്റ്റ്യൻ്റെ നേരെ നോക്കി, എനിക്ക് വേണ്ടുന്ന ആൾ വന്നു, ഞാൻ ഇവരോട് ചോദിച്ചോളാം എന്ന് പറഞ്ഞു. കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു. 5-8 ചോദ്യം ചോദിച്ചു. എനിക്ക് 4-5 എണ്ണത്തിനൊക്കെ എനിക്ക് ആൻസർ പറയാൻ പറ്റി. അത് അമ്മ എനിക്ക് പറഞ്ഞു തന്നാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ആ മകൻ ഒരു തേനും ഒരു ഉപ്പും എനിക്ക് സമ്മാനമായിട്ട് തന്നു. അതെൻ്റെ അമ്മ തന്നായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ ഏറ്റപ്പോൾ എനിക്കുണ്ടായ ഒരു രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നും അമ്മയുടെ അടുത്തേക്ക് പോരുമ്പോൾ, മാസത്തിൽ പോരുമ്പോൾ എൻ്റെ വീടും പരിസരം എല്ലാം എനിക്ക് വൃത്തിയാക്കണം, എല്ലാം ബെഡ്ഷീറ്റും എല്ലാം മാറി അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഒരുങ്ങി ഇറങ്ങി പോരുക. അപ്പോൾ ഇന്നലെയൊക്കെ ഒത്തിരി നേരം ലേറ്റായിട്ടാണ് ഈ ആടുകൾക്കൊക്കെ, ഈ 6 ആടുകൾക്കും വേണ്ടുന്ന തീറ്റയെല്ലാം വെട്ടിയിടണമല്ലോ. എൻ്റെ ജീവിതക്കാർക്ക് ഇത് ചെറിയൊരു ഇതുണ്ടായതുകൊണ്ട് ഇപ്പോൾ അത് കൊടുക്കാനും അതിനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആടിന് തീറ്റയെല്ലാം വെട്ടിയിട്ട് രാത്രി 12-10 ഞാൻ കിടക്കാൻ പോകുമ്പോൾ അപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഒരു കരികരിപ്പും വേദനയും നല്ലപോലെ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ കിടക്കാൻ പോവാട്ടോ, എന്നെ രാവിലെ തന്നെ വിളിച്ചേക്കണേ മോനെ, ഞങ്ങൾക്ക് 5 മണിക്ക് അല്ലെങ്കിൽ 5:30 ഇവിടുന്ന് ഇറങ്ങിയെങ്കിലേ അവിടെ കൃപാസനം അച്ഛൻ നടത്തുന്ന ധ്യാനം കൂടണം, പിന്നെ എനിക്ക് കുർബാന കൂടണം, ശേഷം സാക്ഷ്യം എനിക്ക് അവിടെ ഇരുന്ന് എഴുതിയിട്ട് വേണം എനിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും പറയാനായിട്ട്. അതുകൊണ്ട് ഞാൻ കിടക്കട്ടെ അമ്മയെന്ന് ചോദിച്ചിട്ട് കിടന്നു. അലാറമൊന്നും ഞാൻ വെക്കാറില്ല, അമ്മ എന്നെ വിളിച്ചേൽപ്പിക്കും കൃത്യസമയത്ത് തന്നെ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു കിടന്നു എന്ന് പറഞ്ഞു. ഞാൻ കിടന്നു. പക്ഷേ രാവിലെ ഏറ്റപ്പം എൻ്റെ ആ ഇടത്തെ കണ്ണിൻ്റെ അകത്ത് ഭയങ്കര വെള്ളം വരവും വേദനയും അതുപോലെ തന്നെ ചുമപ്പ നിറവൊക്കെ. അപ്പം ഞാൻ ഓർത്തു, അമ്മേ ഇന്ന് എൻ്റെ പണി ഇന്ന് പാളി, എനിക്കിന്ന് പോകാൻ പറ്റില്ല. ഇപ്പോൾ കൊച്ചിന് രാവിലെ ഏറ്റു വരുമ്പോൾ ഞാൻ എന്നാ പറയും? അപ്പോൾ അവരെന്നെ കളിയാക്കുമല്ലോ, അമ്മ പോകാനായിട്ട് 9-ാം തീയതി ഇന്ന് എൻ്റെ വിവാഹ വാർഷികമാണെന്ന്. ഇന്ന് ആ ദിവസത്തിൽ ഞാൻ ദൈവനാമത്തിന് മഹത്വം നേരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറയുകയാണ് ചെയ്തത്, മോനെ, അപ്പം ഞാൻ അവനോട് വിളിച്ചൊന്നും പറഞ്ഞില്ല, മുകളിൽ കിടക്കുവാണെങ്കിൽ ഞാൻ വിളിച്ചൊന്നും പറയാൻ പോയില്ല. അവൻ രാവിലെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഞാൻ അപ്പോഴേ ഏറ്റു വന്നപ്പോഴേ ചെയ്ത കാര്യം, എനിക്ക് പരിശുദ്ധ അമ്മ തന്ന തേനും ഉപ്പും ഉണ്ടല്ലോ, അത് ഈശോയുടെ ഒരു ദിവ്യകാരുണ്യ ഫോട്ടോ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈശോയുടെ അടുത്തേക്ക് മുട്ടുമേ ചേർന്ന് നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്ക് ഇതിനൊന്ന് സൗഖ്യം തരണേ എന്നും പറഞ്ഞുകൊണ്ട് ഈശോയുടെ അടുത്ത് നിന്ന് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി. അമ്മ അപ്പുറം ഇരിക്കുന്നുണ്ട്, അമ്മ എന്നെ ഇടം കെട്ടിട്ട് നോക്കുന്നുണ്ട്. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഞാൻ ഈ തേനിൽ നിന്ന് ഒരു തൊള്ളി എടുത്തു, ആ ഉപ്പിൽ നിന്നും ഒരു തരി എടുത്ത് ചേർത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഞാൻ കുരിശിട്ടിൽ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് പോയി മുഖം കഴുകി. അത്ഭുതം. ഇന്ന് എനിക്കത് അപ്പം തന്നെ എനിക്ക് അമ്മ രോഗസൗഖ്യം തന്നു. അല്ലെങ്കിൽ എനിക്കിങ്ങനെയും കൂടെ നിന്ന് പറയാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും 1000 കോടി നന്ദി. ആമേൻ. യോഹന്നാൻ 1:12-13 തിരുവചനങ്ങൾ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. ശ്രീലത എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം, പരിശുദ്ധമ്മയോടുള്ള അഗാധമായ ബന്ധം,
അമ്മ മാതാവ് ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശകാലങ്ങളിലും നിരന്തരം സംരക്ഷിച്ച് വഴി നടത്തുകയും സന്ദേശങ്ങൾ നൽകി പരിപാലിക്കുകയും ചെയ്യുന്നതാണ് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഉടമ്പടി എല്ലാവർക്കുമുള്ളതാണ്. അവിടെ ജാതിയും മതവുമില്ല. ആരൊക്കെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ദൈവികമായ ഇടപെടലിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവരുടെ എല്ലാ ദുരിതങ്ങളെയും, അവരുടെ എല്ലാ കഷ്ടനഷ്ടങ്ങളെയും, അവരുടെ എല്ലാ രോഗക്ലേശങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഈ ഭൗതിക വിഷയങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇല്ലായ്മകൾ മുഴുവനും മാറ്റിത്തരുന്നതിന് വേണ്ടി അമ്മ മാതാവ് തിരുക്കുമാരനോട് നമുക്ക് വേണ്ടി ശക്തമായ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മയുടെ അരികിൽ നാം വന്നെത്തിച്ചേരുകയും കണ്ണീരോടുകൂടി ജീവിത വിഷയങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് പ്രത്യാശയാണ്. ഞാൻ ഈ ആലയത്തിൽ നിന്ന് നിരാശപ്പെട്ടു പോവില്ല. എൻ്റെ വിഷയങ്ങൾ എൻ്റെ അമ്മ മാതാവ് ഏറ്റെടുത്താൽ എനിക്കതിന് പരിഹാരമുണ്ടാവും, എനിക്കതിന് മേൽഗതിയുണ്ടാവും, എനിക്കതിന് അമ്മ മാതാവിലൂടെ സംരക്ഷണവും സഹായവും ലഭിക്കുമെന്ന ബോധ്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. കാരണം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ അവിടുത്തെ തേടുന്നവർക്ക്, വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക്, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് തൻ്റെ കൃപയുടെ സമ്പത്തിൽ നിന്ന് അനുഗ്രഹ സമൃദ്ധി നൽകുവാൻ ഒരിക്കലും അമാന്തിക്കില്ല. അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ ശരണപ്പെട്ട മനസ്സോടുകൂടി പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട്